നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ 11 വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ വന്ന വീഡിയോ ആണ്. ഒരച്ഛൻ ഒരു മകൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അച്ഛാ ഓടിക്കോ ഓടിക്കോ. മക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആ പടക്കം പൊട്ടിക്കുന്നത്. ഓരോ തവണ അത് കത്തിക്കുമ്പോഴും അദ്ദേഹം ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട്. അന്ന് ഈ വീഡിയോ ഇറങ്ങിയ സമയത്ത് പിന്നീടുള്ള ഈ കഴിഞ്ഞ 10 വർഷവും എപ്പോഴൊക്കെയാണോ സോഷ്യൽ മീഡിയയിൽ ഈ വിഷു വരുന്നത്, അപ്പോഴെല്ലാം ഈ ചേട്ടൻ്റെ ഒരു വീഡിയോ വൈറലാവും. ഈ വീഡിയോ അപ്പോൾ അന്ന് എടുത്തിട്ട് എല്ലാവരും ഈ ചേട്ടനില്ലാതെ എങ്ങനെയാ ഇപ്പോൾ വിഷു ആഘോഷിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പച്ചമലയാളത്തിൽ ഈ ചേട്ടനെ അപമാനിച്ചുകൊണ്ട് വീഡിയോകളൊക്കെ ഇങ്ങനെ ഇറങ്ങും. ഞാനിത് എല്ലാ തവണയും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനിപ്പോഴേ തുറന്നു പറയുന്നു, എനിക്കൊരിക്കലും ഈ വീഡിയോ ഇടേണ്ടി വന്നിട്ടില്ല. ഞാനിത് സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല. കാരണം എന്തോ ആ വീഡിയോ അന്ന് മുതലേ കാണുമ്പോൾ എനിക്ക് വിഷമമായിരുന്നു ഉണ്ടാകുന്നത്. കാരണം മക്കൾക്ക് വേണ്ടിയിട്ട് അത് ആ പടക്കം കത്തിക്കുന്നു. പെട്ടെന്ന് ആ ഒരു ഇതിൽ പടക്കം ഇപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ കത്തിക്കുക അല്ലേ. ഞാനൊക്കെ ഇപ്പോഴും ഈ കടലാസൊക്കെ വെച്ചിട്ടൊക്കെ അതിൻ്റെ അടിയിൽ തീ കൊളുത്തിട്ടൊക്കെ എന്നിട്ട് ദൂരെ മാറുന്നുണ്ട് ആ കണ്ടു നിന്ന്, അല്ലാതെ കൈ പിടിച്ചിട്ട് എറിയലൊക്കെ പരിപാടിയൊക്കെ ഇല്ല. പണ്ടൊക്കെ ചെയ്തിരുന്നു, ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും അങ്ങനെ ആ മനുഷ്യൻ മക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പടക്കം പൊട്ടിക്കും. മോനാണ് അവിടെ നിന്നിട്ട് ഇങ്ങനെ അച്ഛാ ഓടിക്കോ ഓടിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ശബ്ദം കേട്ടാൽ അറിയാം ഒരു കൊച്ചു പയ്യനാ അല്ലേ, കൊച്ചു പയ്യനാ. ആ പയ്യൻ പിന്നീട് എന്ത് സംഭവിച്ചിരിക്കും? ആ ചെങ്ങാതിക്ക് എന്താ സംഭവിച്ചത്? നെഞ്ചലച്ചിട്ടാ വീണ്. ആ ചെങ്ങാതിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? ആ പയ്യന് എന്തോരം നാണക്കേടുണ്ടായിരിക്കാം. ഒന്നുകൂടിയുണ്ട്, ഓരോ തവണയും നമ്മുടെ അനുവാദമില്ലാതെ നമ്മൾ അപമാനിക്കപ്പെടുന്ന വീഡിയോ നിരന്തരം ഇങ്ങനെ നമ്മുടെ മുമ്പിലൂടെ പലതും ഷെയർ ചെയ്യപ്പെടുക, അതിൻ്റെ ഭാഗമായിട്ട് അപമാനിക്കപ്പെടുക എന്ന് പറയുന്ന പരിപാടി അത്ര നല്ലൊരു പരിപാടിയല്ല. വളരെ മോശമായ പരിപാടിയാണ്. മരിച്ചു പോകാനൊക്കെ ചിലപ്പോൾ ആളുകൾക്ക് തോന്നിപ്പോകും. ഈ അടുത്ത് വാഴ 2 എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങൾക്കിപ്പോൾ ആ ഫോട്ടോ അവിടെ കാണാം. വാഴ 2 എന്ന് പറയുന്ന സിനിമയിൽ ഇതേ രംഗം വെച്ചു ബിജുക്കുട്ടൻ അഭിനയിച്ച് അതിഗംഭീരമായി അഭിനയിച്ചു എന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും ആ ഒരു ഫോട്ടോ കണ്ടാൽ നമുക്ക് ഒരു തരത്തിലും ചിരി വരാത്ത, അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടാൽ ഒരു തരത്തിലും ചിരി വരില്ല എന്ന് മാത്രമല്ല, നമുക്ക് സങ്കടം തോന്നിപ്പോകും. ഇനി ഒരിക്കലും നമ്മൾ സ്റ്റാറ്റസ് വയ്ക്കില്ല. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കും, ഇപ്രാവശ്യം ആ ഒരു ചേട്ടൻ്റെ സ്റ്റാറ്റസ് ഇല്ല. അച്ഛാ ഓടിക്കോ എന്ന് പറയുന്ന ആ ഒരു സ്റ്റാറ്റസ് ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ആ വാഴ 2ന്റെ സാഡ് മ്യൂസിക്, നമ്മൾ പിരിഞ്ഞു പോകില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു സാഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോറോട് കൂടി മാത്രമാണ് ആ ചേട്ടൻ ഇത്തവണ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത്. നോക്കൂ, ഈ സിനിമ ഇറങ്ങിയ ശേഷം ഇത് ഏതാണ് ഈ ചേട്ടനെ കണ്ടെത്തണമല്ലോ എന്ന് പറഞ്ഞിട്ട് അന്വേഷണമായിരുന്നു. കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. പക്ഷെ രസകരമായുള്ള കാര്യം, നമ്മുടെ ബിജുക്കുട്ടൻ്റെ വീട്ടിലേക്ക് ഈ ചേട്ടനും ഭാര്യയും മക്കളൊക്കെ കൂടിയിട്ട് ബിജുക്കുട്ടനെ കാണാൻ വേണ്ടി വന്നു. വാർത്ത ബിജുക്കുട്ടൻ എഴുതി വെച്ച് ഇങ്ങനെയാണ്: ലോകത്തെമ്പാടുമുള്ള എൻ്റെ എല്ലാ മലയാളികൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷുദിനാശംസകൾ. വാഴ 2 സിനിമ കണ്ടിട്ടുള്ള എല്ലാ മലയാളികളും ഒരേപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഷു ദിവസം പടക്കം പൊട്ടിച്ച് റോഡിൽ വീഴുന്ന ആ ചേട്ടൻ ആരാണ്, എവിടെയാണ്, എന്ത് സംഭവിച്ചു എന്നൊക്കെ. ഈ സിനിമയുടെ എഴുത്തുകാരൻ വിപിൻ ദാസിനും ഇതിന്റെ സംവിധായകൻ സംവിനും സോഷ്യൽ മീഡിയയ്ക്കും നമുക്കും ആർക്കും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഭാര്യയുടെ കൂട്ടുകാരിയും മകളും എന്നെ കാണാൻ വന്നു. വാഴ 2 സിനിമ കണ്ടപ്പോൾ ഒരുപാട് ആശ്വാസം തോന്നിയെന്നും പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങിയത്. ആ വീഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം അതേപോലെ ഞങ്ങൾ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. എൻ്റെ മകൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അനിയൻ തന്നെ എടുത്ത് പോസ്റ്റ് ചെയ്ത വീഡിയോ ആണത്. മകനെന്ന് 6ാം ക്ലാസ്സിലാണ്. അച്ഛനന്ന് ഹീറോ ആയിരിക്കും, മക്കളൊക്കെ ഹീറോയാണ് ആ ഒരു സമയത്തൊക്കെ. അന്ന് ഞാൻ വീഴുന്നത് കണ്ട എൻ്റെ മകൻ എനിക്ക് എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് കരുതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കി. അത്രയും സങ്കടത്തോടെ എൻ്റെ മകനെ ഞാൻ അതുവരെ കണ്ടിട്ടില്ല. പിന്നീട് ഈ വീഡിയോ വൈറലായി. ആ വീഡിയോ പോസ്റ്റ് ചെയ്തയാൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ
അത് ആളുകളിലേക്ക് എത്തി. എല്ലായിടത്തും ആ വീഡിയോ കാണുമ്പോൾ വിഷമമാണ് തോന്നിയിരുന്നത്. ഒരു ഫംഗ്ഷന് പോകാനും ആളുകൾ അഭിമുഖീകരിക്കാനും ഒക്കെ മടിയായിരുന്നു. ആ വീഡിയോ കണ്ട ആളുകൾ ചേട്ടൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ, പടക്കം ഇത്ര പേടിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും വിഷമം തോന്നിയിരുന്നു. മരിക്കുന്നതിനെ കുറിച്ച് വരെ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഒരു വീഡിയോ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അപകടങ്ങൾക്ക് ആലോചിച്ച് നോക്കി. കഷ്ടം. എല്ലാ വിഷുക്കാലം വരുമ്പോഴും ആ വീഡിയോയെ പറ്റിയുള്ള ഓർമ്മ വല്ലാണ്ട് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും സിനിമയിലെ പാട്ട് റിലീസായപ്പോൾ അതിലെ പടക്കം പൊട്ടിക്കുന്ന സീൻ കണ്ട് അത് ആളുകൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലാവുമെന്നും ഇത് കൂടുതൽ ആളുകൾ ഇത് അറിയുമെന്നും ഞാൻ പേടിച്ചു. പക്ഷേ സിനിമ കണ്ടിറങ്ങിയ എൻ്റെ മകൻ അവന്റെ ജോലി സ്ഥലത്തു നിന്നും എന്നെ വിളിച്ച് അച്ഛനും അമ്മയും എന്തായാലും സിനിമ പോയി കാണണമെന്ന് പറഞ്ഞു. സിനിമ കണ്ടതിന് ശേഷം വളരെ സന്തോഷത്തിലാണ്. ഇത്രകാലമുണ്ടായ പേടിയും ടെൻഷനും എല്ലാം പെട്ടെന്ന് പോയ പോലെ. ആ വീഡിയോയിലൂടെ ആളുകൾ കണ്ടതിനപ്പുറത്തേക്ക് അവിടെ സംഭവിച്ചത് അതേപോലെ സ്ക്രീനിൽ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷവും ആശ്വാസവും തോന്നി. ഒരുപാട് സന്തോഷത്തോടെ കണ്ണു നിറഞ്ഞാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചു തീർത്തത്. തന്റെ ജീവിതം പകർത്തി വെച്ചതുപോലെയാണ് സിനിമ കണ്ടപ്പോൾ തോന്നിയതെന്നും അതെങ്ങനെയാണെന്നും ചേട്ടൻ എന്നോട് ചോദിച്ചു. അത് ചേട്ടനെ പോലെ തന്നെ എനിക്കും അറിയില്ല. ഞാൻ 2-3 ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ അത് വിപിൻ ദാസിന്റെയും സബിന്റെയും ഒരു മാജിക്ക് തന്നെയാണ്. ദയവ് ചെയ്ത് ഇത് വായിക്കുന്ന ആരും ഇനി ആ ചേട്ടൻ ആരാണെന്ന് അന്വേഷിച്ചു പോവുകയോ അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറാനോ ശ്രമിക്കരുത്. ചേട്ടൻ ഇനി എന്നും സന്തോഷമായിരിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷു ആശംസ നേരുന്നു. എന്റെ ബിജു ചേട്ടാ, ഇത് ശരിയല്ല. താങ്കൾ അവസാനം പറഞ്ഞതിനെ ഞാൻ എതിർക്കുന്നു. ഇവിടെയുള്ള എല്ലാ സോഷ്യൽ മീഡിയകളും മാധ്യമങ്ങളെല്ലാം കൂടിയിട്ട് ആ ചേട്ടനെ കണ്ടെത്തണം, ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യണം. ഒരിക്കൽ അപമാനിക്കപ്പെട്ട സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ അഭിനന്ദിക്കണം. ആ ചേട്ടനെ സ്നേഹം കൊണ്ട് പൊതിയണം. ബിജു ചേട്ടൻ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. ചേട്ടൻ പറയുന്ന പോലെ ഒന്നല്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വളരെ കൃത്യമായിട്ട് പറയാ. സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും അദ്ദേഹത്തെ തെരഞ്ഞു പിടിക്കണം. തെരഞ്ഞു പിടിച്ചിട്ട് ഒരുമാതിരി മറ്റേത് ചോദിക്കരുത്. ഞാൻ എപ്പോഴേ പറഞ്ഞുതരാം. ഏറ്റവും മാന്യമായിട്ട് അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഫീലിങ്ങിനെ കുറിച്ചിട്ട് അദ്ദേഹത്തെ അഭിനന്ദിച്ച് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച് അദ്ദേഹത്തിന്റെ അന്നത്തെ ഫീലിംഗ് ഇപ്പോഴത്തെ ഫീലിങ്ങിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ട് അപമാനിക്കല്ല വേണ്ടത്. അദ്ദേഹത്തെ അഭിനന്ദിച്ച് അങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു സന്തോഷ നിമിഷം പകരാൻ വേണ്ടി അദ്ദേഹം കാണിച്ച ആ ഒരു എഫേർട്ടിനെ കുറിച്ച് അദ്ദേഹത്തെ അഭിനന്ദിച്ച് അദ്ദേഹത്തിന് മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷം തോന്നിപ്പിക്കുന്ന രീതിയിൽ വീഡിയോസുകൾ ചെയ്യണം. അദ്ദേഹത്തെ പോയി ഇന്റർവ്യൂ ചെയ്യണം. അദ്ദേഹത്തെ ഒരു വലിയ സംഭവമായിട്ട് തന്നെ ഇന്റർവ്യൂ ചെയ്തിട്ട് കാണിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം അത് സന്തോഷത്തോടു കൂടി ഇരുന്നിട്ട് ആ വീഡിയോസിലും ഇന്റർവ്യൂസിലൊക്കെ കാണുന്നൊരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കണ്ടേ. സോഷ്യൽ മീഡിയ ഒരാളെ ജീവിതം ഇങ്ങനെ പണ്ടാറടക്കാൻ മാത്രമല്ല, അപാരമായ സന്തോഷം ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കണമെന്നാണ്. അമ്മാതിരി ചോദ്യങ്ങളെ ചോദിക്കാൻ പാടുള്ളൂ. ഇനിയും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ആ പഴയ കാര്യങ്ങൾ ചോദിച്ച് കുത്തി നോവിപ്പിക്കല്ല. ചോദിക്കാം, സ്വാഭാവികമായിട്ട് ചോദിക്കാം, പക്ഷെ നോവിപ്പിക്കുന്ന രീതിയിലാവരുത് ആ ചോദ്യങ്ങളൊന്നും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ബൈ.